ഹനുമാൻ സ്വാമിയുടെ ജന്മദിനമാണ് ഹനുമത് ജയന്തി. ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും അചഞ്ചലമായ ഭക്തിയുടെയും പ്രതീകമാണ് ഹനുമാൻ സ്വാമി. കാർത്തിക മാസത്തിലെ, അതായത് ഡിസംബർ പകുതി മുതൽ ജാനുവരി പകുതി വരെ മൂലം നക്ഷത്രത്തോട് ചേരുന്ന അമാവാസി ദിനമാണ് ഹനുമത് ജയന്തിയായി ആഘോഷിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ചൈത്രമാസത്തിലെ പൗർണമിയിലാണ് ഹനുമത് ജയന്തി ആഘോഷിക്കുന്നത്, അതായത് ഏപ്രിൽ മാസത്തിൽ. ഈ വർഷം കാർത്തിക മാസത്തിലെ ഹനുമാൻ ജയന്തി ജനുവരി 11-നാണ് വരുന്നത്. ചൈത്രമാസത്തിലെ ഹനുമാൻ ജയന്തി വരുന്നത് ഏപ്രിൽ 23-ാം തീയതിയാണ്. ഐതിഹ്യമനുസരിച്ച് ഹനുമാൻ ചിരഞ്ജീവിയായി കണക്കാക്കപ്പെടുന്നു. ഭഗവാൻ ശിവൻ്റെ അവതാരമാണ് ഹനുമാനെന്ന് ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. വായുപുത്രനായ ഹനുമാൻ സ്വാമിയെ ആരാധിച്ചാൽ വായുവേഗത്തിൽ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ശനിദോഷ ശാന്തി ലഭിക്കുന്നു. ഹനുമത് ഭക്തരെ ശനിദോഷം ബാധിക്കുകയില്ല എന്ന് ശനി ഭഗവാൻ ഉറപ്പ് നൽകിയിട്ടുള്ളതായി പറയപ്പെടുന്നു. ഹനുമത് ജയന്തി ദിവസം വ്രതമെടുത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അന്നേ ദിവസം പൂർണ്ണ ഉപവാസമാണ് നല്ലത്. അതിന് സാധിക്കാത്തവർ, അതായത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, ഒരിക്കലെടുത്ത് മറ്റു നേരങ്ങളിൽ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് വ്രതമെടുക്കാവുന്നതാണ്. അന്നേ ദിവസം അതിരാവിലെ ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ച ശേഷം ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം ഹം ഹനുമതയേ നമ എന്ന് കഴിയുന്നത്ര തവണ ജപിക്കുന്നത് ഉത്തമമാണ്. ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും ഹനുമാൻ സ്വാമിയുടെ ദ്വാദശ നാമാവലി ചൊല്ലുന്നതും രാമായണത്തിൽ സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ്. ശ്രീരാമജയം എന്ന് കഴിയുന്നത്ര തവണ ജപിക്കാവുന്നതാണ്. അന്നേ ദിവസം ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഭഗവാന് തുളസിമാല, വടമാല, വെറ്റിലമാല, കദളിപ്പഴം എന്നിവ സമർപ്പിക്കാവുന്നതാണ്. തുളസിമാല സമർപ്പിക്കുന്നതിലൂടെ രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. ആഗ്രഹസിദ്ധിക്കായി വെണ്ണ, വെറ്റിലമാല മുതലായവ സമർപ്പിക്കാവുന്നതാണ്. ശത്രുദോഷം, കുടുംബദോഷം എന്നിവ നീങ്ങാനായി അവൽ നിവേദ്യം സമർപ്പിക്കാവുന്നതാണ്. ഐശ്വര്യത്തിനും പാപശാന്തിക്കുമായി ഭഗവാന് ഭസ്മാഭിഷേകം നടത്താവുന്നതാണ്. ഇതുകൂടാതെ നെയ്വിളക്ക്, സിന്ദൂരം മുതലായവയും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. നിത്യവും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവർക്ക് ബുദ്ധി, ബലം, ധൈര്യം, കീർത്തി, ആരോഗ്യം എന്നിവ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹനുമാൻ സ്വാമിയുടെ ദ്വാദശ നാമാവലിയും ഹനുമാൻ ചാലിസയും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നു. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ എഴുതിയെടുത്തോ ചൊല്ലാവുന്നതാണ്.